വിഭവമാണ്. അല്ലാതെ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ മാത്രമല്ല കച്ചവടം. ഇതൊരു വിഭവം, ഓണത്തിന് പറ്റിയ ഏറ്റവും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു അതാണ്. അതെ അല്ല, റിവ്യൂ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ ഇന്നലെ റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്നതിൽ എന്തെങ്കിലും സത്യസന്ധത ഇല്ലാതെ ഞാൻ പറയാറില്ല. പറയാനുള്ളത് കൃത്യമായിട്ട് എല്ലായിടത്തും തുറന്ന് പറയാറുണ്ട്. അതിന് വേണ്ടിയിട്ട് പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ വരാം, ആസ്വദിക്കാം. 1980 മുതലുള്ള ബാബുവാണിയും റഹ്മാനും ശങ്കർ സാറും അതുപോലെ തന്നെ ഈ 2024 ധ്യാൻ ശ്രീനിവാസൻ അടക്കമുള്ള പിന്നെ വ്ളോഗേഴ്സ് എല്ലാവരെയും നമുക്ക് ഒന്നിച്ച് കാണാനുള്ള ഒരു ഓണാഘോഷം. യഥാർത്ഥത്തിൽ ഒരു ഓണാഘോഷം ബാഡ് ബോയ്സ് തന്നെയാണ്. ബാഡ് ബോയ്സ് തൂക്കി അതിൽ വളരെ സന്തോഷമുണ്ട്. അല്ല, അതൊക്കെ തമാശയല്ലോ, ട്രോളും കാര്യങ്ങളും. അപ്പോൾ ആ കളിയാക്കി എന്ന് പറഞ്ഞാൽ അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അത് ഓർഗാനിക്കായിട്ട് അവർ വളരുകയാണ്. ഒരാളെ കളിയാക്കുമ്പോൾ അയാൾ ഓർഗാനിക്കായിട്ട് വളരുകയാണ് അറിയാതെ. അയാൾക്കൊരു വാശി വരികയാണ്. അയാൾക്ക് നേടേണ്ട ഒരു കാര്യം ഉണ്ടാവണം. എപ്പോഴും ഇൻസൾട്ടാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് എന്ന് വെള്ളത്തിൽ പറഞ്ഞിട്ടുള്ള പോലെ എല്ലാവർക്കും ഇൻസൾട്ടാണ് ഇൻവെസ്റ്റ്മെന്റ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള ഒരു ഊർജ്ജമാണ് വരുന്നത്. അപ്പോൾ ട്രോളിയവരെയും കളിയാക്കിയവർക്ക് താങ്ക്സ് ആണ് നമ്മൾ പറയുന്നത്. കാരണം നമുക്കൊരു ഫയർ വരും. ഓക്കെ, താങ്ക് യു.